റാഞ്ചിൽ നിന്നുണ്ടോ വരുന്നത്? അടിപൊളി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ കൂടെ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ സൗണ്ട് കിട്ടുന്നുണ്ടാവില്ല, നല്ല കാറ്റാണ്, അതുകൊണ്ട് സൗണ്ട് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ചെറിയ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പറയണം. ഓക്കെ, ഞാൻ ഉള്ളത് പേരലിലാണ്. ഇന്നലത്തെ വീഡിയോയിൽ പേരൽ എടുക്കുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ഇവിടെ പാർക്കിങ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർക്കിങ് കിട്ടാത്ത പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവ കിട്ടി, പാർക്കിങ് കിട്ടി, വീഡിയോ എടുക്കാതെ വിട്ടു. ജീപ്പാണിത്. ഏതാ മുതൽ കിടക്കണമൊക്കെ ഇതിനെ റേറ്റ് ഇതാ അവിടെ കൊടുക്കണം, കണ്ടോളിട്ടോ. 7, 8, 10, 100, 1000, 10,000, ലക്ഷം, 7,50,000 റിയാൽ ഉണ്ടെങ്കിൽ ഈ കാണുന്ന മുതൽ സ്വന്തമാക്കാം. അതിൻ്റെ നമ്പർ ഇതാ അവിടെ, 69196. സെക്കൻഡാണ്, ഇതൊക്കെ സെക്കൻഡ് വണ്ടികളാണ്, ഒക്കെ ഫുള്ള് സ്പോർട്സ് കാറുകളാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു വെറൈറ്റി സാധനം വെച്ചാണ്, അടിപൊളിയല്ലേ? ഓക്കെ, ഇതിൻ്റെ പ്രൈസ് എത്രയാണോ? ഇതേതോ ആണ്, ഏതേലും ആവട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ അടിപൊളി സ്ഥലമുണ്ട്, എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ആ സ്ഥലം ഈ തൊള്ളേന്ന് വെള്ളം ചീറ്റുന്നതാണ്, ഉടച്ചം വരാറ്. നടന്നിട്ട് കയറി വരുമ്പോഴുള്ള എൻട്രിയിൽ വരുന്നുള്ള ഒരിതാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു പരിപാടിയാണ്. അതിനുള്ളിൽ വേറെ വെള്ളത്തിനോ ഡാൻസും കുട്ടിയൊക്കെ കളിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് മക്കളെ, എങ്ങനെയുണ്ട്? ഇടുവല്ലേ. അധികം നേരം നിൽക്കാൻ പറ്റില്ല, കാരണം കുട്ടികളെ കുറേ നേരമായി ഞാൻ കൊണ്ടുവന്നിട്ടിട്ട്. ആ തള്ള പോവാ, ചായ കുടിക്കുക, തള്ള പോരും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. വെള്ള സമയത്ത് നമുക്ക് എടുക്കാണ്ടോ. ഇത് ഞാൻ പിന്നെ വൈകുന്നേരം വന്ന സമയത്ത് ഇതിനേക്കാൾ അടിപൊളിയായിരുന്നു. ഉണ്ടോ ആയിക്കേ, മലയാളികളൊക്കെ പോണത്. ഏതാത് എന്താ സംഭവം അടിപൊളിയായില്ലേ, കിടുക്കാച്ചയല്ലേ. അപ്പുറത്തിപ്പുറത്തൊക്കെ ബിൽഡിങ്ങുകളും, ഈ ബിൽഡിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഷോപ്പുകളാണ്. അതാണ് ഇതിൻ്റെ രസം. ഇന്ത്യയിൽ മിന്നി കളിക്കുന്നുണ്ടെങ്കിലും പുറത്ത് മിന്നി കളിക്കുന്നില്ല കേട്ടോ. എന്താ ഒരു സ്ട്രീറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, അടിപൊളി. ഇതൊക്കെ പുതുതായി വന്ന, ഈ 16-ന് ശേഷം വന്ന ഡെവലപ്മെൻ്റ്. അത് ഈ ഖത്തർ വേൾഡ് കപ്പില്ലേ, ആ സമയത്ത് വന്ന, അതിൻ്റെ ഇതിൽ വന്ന പിന്നെ എന്താ പറയുക, ഡെവലപ്മെൻ്റാണ് ഇതൊക്കെ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, കറക്കി ഇവിടെ ഉണ്ട് കേട്ടോ, കറക്കി ചായ അടിപൊളിയല്ലേ, നോക്കി കിടുക്കാച്ചയല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഫുള്ള് ലക്ഷറീസാണ്, VIP-കളാണ്. അതാ ഇതിങ്ങനെ ഒരു റൗണ്ട് ബോർഡാണ്, ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് തിരിയാം. അതിന് എന്താ പറയുക, ഇത് ഒരുപാട് നേരം ഇവിടെ തിരിഞ്ഞു കളിക്കാൻ കഴിയില്ല. കാരണം അപ്പുറത്തുനിന്ന് 36 വിളി വരും. 36ക്ക് സുഖമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിലാവും. അപ്പോൾ നമുക്കും പെട്ടെന്ന് കഴിച്ചിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണാം. ഫുൾ ബ്ലൂ ആയില്ലേ. ഒരു സ്ട്രീറ്റ്, റോഡ് ഫുൾ ഇൻ്റർലോക്കാണ്. ഈ അത് ഏരിയകൾ ഉണ്ടാക്കിയിടണമൊക്കെ ഇൻ്റർലോക്കാണ് ഇടുന്നത് കേട്ടോ. റോഡ് അതെന്താണെന്ന് എനിക്കറിയില്ല, ഫുൾ ഇൻ്റർലോക്ക് ഇട്ടിട്ടാണ് പരിപാടി. ധാറിങ് ഇല്ല. ഓക്കെ, അടിപൊളിയല്ലേ. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ എന്നാണ്. ഖത്തറികളെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞു. ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് ഇവർ തെളിയിച്ച് കഴിഞ്ഞാൽ എന്നോ. എല്ലാവരും പിടിച്ച് ബാൻ ചെയ്തു. അപ്പോൾ ഇവർ കുറേ പിന്നെ എന്താ പറയുക, പ്രൊഡക്റ്റുകൾ കുറേ കൊണ്ടുവന്ന് ഇറക്കി. അപ്പം ബാൻ ചെയ്തപോലെ എന്തായി, പൊട്ടന്മാരായി. ഇവർ ഇപ്പോൾ ആ സാധനം വെച്ചിട്ടാണ്, ഇപ്പോൾ ഖത്തർ പ്രൊഡക്ഷൻ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവർ ഇവിടെ ഇപ്പോൾ കളിക്കുന്നത്. ബാൻ ചെയ്തപോലെ പൊട്ടന്മാർ. ഓക്കെ, പ്ലാസ അടിപൊളിയാണ്. എൻ്റെ ബാക്കിൽ വണ്ടി ഇതിങ്ങനെ റൗണ്ടാണ് കേട്ടോ. നമ്മൾ വന്ന റൂട്ട് അവിടെയാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയാം, ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റതായിട്ടൊന്നുമില്ല.
ഇവർ ഒരു എന്താ പറയുക, ചുരുങ്ങിയ സ്ഥലം കൊണ്ട്, ഏറ്റവും ചെറിയ രാജ്യത്ത് ചുരുങ്ങിയ സ്ഥലം കൊണ്ട് വില കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറം വില ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കണ്ടിടത്തോളം വില കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഡബിൾ മടങ്ങ് വില ചെയ്ത് വെച്ച് ഓൾറെഡി. കണ്ടോ? ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല. ഒന്നും ഇല്ലാത്തടത്തുനിന്ന് എല്ലാം ഉണ്ടായ ആൾക്കാരാണ് ഇതൊക്കെ പരുന്ത്. രസമുണ്ടല്ലേ? ഒറിജിനൽ അല്ല കേട്ടോ, അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. റാഞ്ചിന്നുണ്ടോ പരുന്ത്? അടിപൊളി. ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ എന്തുകൊണ്ട് നാട്ടിൽ പരീക്ഷിച്ചുകൂടാ അല്ലേ? ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കി. വയനാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങനെയൊക്കെ സെറ്റപ്പുകൾ ഉണ്ടാക്കി കിടുവായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നേരെ വണ്ടി പോട്ടെ. കാരണം പരിപാടി 36 വേഗം കഴിയും പരിപാടി. കാരണം സുഖമില്ല. വണ്ടി കയറിയപ്പോൾ തന്നെ പറഞ്ഞ് പോവാ, കുട്ടികളെടുക്കാൻ പോവാന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടികൾ വിളിച്ചെടുത്താണ്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചെടുത്ത് കേക്ക് കഴിക്കാൻ വേണ്ടി കയറ്റിയതാണ്. അപ്പോൾ വിളി വരും, വിളി വന്നാൽ കയറി പോകേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വീഡിയോ വലുതായിട്ട് വലിച്ചു നോക്കണമെന്നില്ല. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. ഓക്കെ, ഇത് കറക്റ്റ് എക്സാക്ട്ലി ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ പേരലിൽ നേരെ പോന്നാൽ ഫസ്റ്റ് സിഗ്നലിൽ നിന്ന് റൈറ്റ് അടിക്കുക. പിന്നെ അവിടുന്ന് ഒരു സിഗ്നൽ കിട്ടും. ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചാൽ ഫസ്റ്റ് റൗണ്ട് ബോർഡിൽ നിന്ന് ലെഫ്റ്റ്. അതാണ് ഈ ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പം വരിക, കാണുക, എൻജോയ് ചെയ്യുക, പോവുക. ഓക്കെ, ഇങ്ങോട്ട് കയറുന്നതിനൊന്നും പൈസ കൊടുക്കണ്ട, ഇവിടെ ചുറ്റി കറങ്ങുന്നതിന് പൈസ കൊടുക്കണ്ട, തിന്നുന്നതിന് മാത്രം പൈസ കൊടുത്താൽ മതി. ഓക്കെ, എന്നാൽ ശരി എന്നാൽ. ഓക്കെ, ബൈ ബൈ.